ബിഗ് ബോസിന് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് തോന്നിയവാസം കാണിച്ച് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആദില. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. താഴെ ഹൈപ്പ് വീഡിയോ എന്ന് പറഞ്ഞ സാധനം അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. സ്ഥിരമായിട്ട് വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് പരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു കണക്ഷൻ കിട്ടത്തുള്ളേ. മറ്റേ നമ്മുടെ സോഷ്യൽ റൗണ്ടൊക്കെ വരുമ്പോൾ കുഴപ്പമില്ല, നിങ്ങൾക്ക് തോന്നുന്ന കണ്ടന്റുകൾ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വന്ന് കണ്ടാൽ മതി. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഫാക്ടറിയിലെ ജ്യൂസ് ഫാക്ടറിയിലെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടാസ്ക് കഴിഞ്ഞു. അനീഷിന്റെ ലെമൺ ജ്യൂസ് ഫാക്ടറിയിലെ ജ്യൂസും നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഫാക്ടറിയിലെ ഷാനവാസിന്റെ ജ്യൂസും അതുപോലെ തന്നെ ആര്യന്റെ മാംഗോ ഫാക്ടറിയിലെ ജ്യൂസും ഒക്കെ ആയിട്ട് അവർ 3 പേരും ക്വാളിറ്റി ടെസ്റ്റേഴ്സിന്റെ അടുക്കിലോട്ട് വന്നിട്ടുണ്ട്. ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ അനുമോളും സബുമോനുമാണ്. അവരുടെ അടുക്ക് വന്നു. അനീഷിന്റെ ഫാക്ടറിയിലെ ഈ ഒരു ബോട്ടിൽ ജ്യൂസിനകത്ത് എവിടെയോ ഒരു മുടി കിടപ്പുണ്ടായിരുന്നു. അത് അനീഷിന് പണിയായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി ടെസ്റ്റേഴ്സ് അത് നോക്കുമ്പോൾ ആ ഒരു ബോട്ടിലിൽ ആ ഒരു മുടി കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്നിച്ചാണ് ഉണ്ടാക്കുന്നത്. ജ്യൂസ് എന്ന് പറയുന്നത് ഒന്നിച്ചുണ്ടാക്കിയിട്ട് പല കുപ്പികളിലാക്കുന്നതല്ലേ. അപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഒന്നിച്ചുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് വീണ മുടിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ജ്യൂസ് മൊത്തം അവർക്ക് തള്ളിക്കളയേണ്ട വരും. എന്നിട്ട് പോലും തുടക്കത്തിൽ അവർ 2 അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അനീഷേട്ടൻ സമ്മതിച്ചില്ല. അനീഷേട്ടൻ അങ്ങോട്ട് തുടങ്ങി. കൂട്ടത്തിൽ നമ്മുടെ ഷാനവാസിന്റെ നോക്കി, ഷാനവാസിന്റെയിലും ഒന്നും ക്വാളിറ്റി ഇല്ല, കാരണം ബോട്ടിലെല്ലാം ചളങ്ങി പറഞ്ഞു. പക്ഷെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ചളങ്ങലും പറയലും ഇതായിട്ട് നോക്കണ്ടെന്ന്. പക്ഷെ പുള്ളിയുടെ മൊത്തത്തിൽ റിജക്ട് ചെയ്തു. നമ്മുടെ ആര്യന്റെ മാത്രം 2 ഓക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അനീഷിന്റെ 2 സെലക്ട് ചെയ്തതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അനീഷേട്ടന്റെ ഷോ ഓഫ് കണ്ടപ്പോഴത്തേക്ക് അവർ അതും അങ്ങ് തള്ളിക്കളഞ്ഞു. മുടിയുടെ കേസ് ഓക്കെ നടക്കത്തില്ല, ഇത് ചിലപ്പോൾ ആദ്യമേ നിങ്ങൾ ഉണ്ടാക്കിയപ്പോൾ വീണതാണെങ്കിലോ എന്ന്, അതുകൊണ്ട് എല്ലാം ഞങ്ങൾ തള്ളിക്കളയുകയാണെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് അല്ല, ഇത് തള്ളിക്കളയുന്നതിന് മുമ്പാന്ന് തോന്നുന്നു ആദ്യമേ 2 സെലക്ട് ചെയ്തത്. പിന്നെയാണ് ഈ മുടി കാണുന്നത്. അപ്പം മുടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം ഇവരങ്ങ് തള്ളിക്കളഞ്ഞു. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അനുമോളെയും സാബുമോനെയും ഈ ഒരു വിഷയത്തിൽ, സാബുമാനെയും ഈ ഒരു വിഷയത്തിൽ തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഒരു മുടി ക്വാളിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു മുടി മതി, മൊത്തം ബോട്ടിലും വേണമെങ്കിൽ ഇവർക്ക് തള്ളിക്കളയാം. അവർ തള്ളിക്കളയുന്നുണ്ട്. പക്ഷെ അനീഷേട്ടൻ വിട്ടുകൊടുക്കാതെ അതിൻ്റെ പേരിൽ ഒച്ചയും ബഹളവും. ഒരെണ്ണേ ഉള്ളല്ലോ, അത് വേണമെങ്കിൽ ആ ബോട്ടിലിനകത്ത് ഇരുന്നതായിരിക്കത്തില്ലേ, അത് എന്നിട്ട് ആ വെള്ളത്തിൽ മാത്രമായിരിക്കും ഇതിലെ വീണത്. നിങ്ങൾ എന്തിനാണ് ഈ പാവപ്പെട്ട കർഷകന്റെ എന്നല്ല ബിസിനസ്മാന്റെ ലോണൊക്കെ എടുത്താണ് ഞാനിത് തുടങ്ങിയത്, എന്തിനാണ് നിങ്ങൾ എൻ്റെ ജീവിതം വഴിയാധാരമാക്കുന്നതെന്നൊക്കെ ചോദിച്ച് അനീഷേട്ടൻ അങ്ങോട്ട് തുടങ്ങിയിട്ട് നിർത്തുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു പരിപാടി, നമ്മുടെ സാധനമൊക്കെ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആദില മോള് തെമ്മാടിത്തരമാണ് ഇവള് കാണിക്കുന്നത്. അനീഷിൻ്റെ ഇടയ്ക്ക് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ബോട്ടിൽ കൊടുക്കുന്ന സമയത്ത് തന്നെ വന്ന് വൃത്തികേട് കാണിച്ചു പോട്ടെ. പക്ഷെ ഇത് അട്ടർ വൃത്തികേടാണ്. കാരണം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഈ ഉണ്ടാക്കുന്ന ജ്യൂസ് അത് എടുത്ത് കുടിക്കരുത്, അത് കുടിക്കാൻ പാടില്ല. കാരണം അതൊരു ടാസ്ക് ആണ്. ആദില കുടിച്ചതല്ല, ആദില അത് എടുത്തുകൊണ്ട് ജയിലിൽ കിടക്കുന്ന ജിഷിനും നെവിനും ഒക്കെ കൊണ്ട് കൊടുക്കുന്നു. ഒന്ന് ആലോചിച്ചേ നിങ്ങൾ. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു വാണിംഗ്. ആദില പൊരിക്കേണ്ടതായിരുന്നു അവളെ, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് പൊരിച്ചില്ല. അതിലേക്ക് പക്ഷെ ഒരു വാണിംഗ് കിട്ടി, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യരുത്, എന്നിട്ട് നിങ്ങൾ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വാണിംഗ് ചെയ്തിട്ടും ആദിലയ്ക്ക് ഒരു കുലുക്കവും ഇല്ല. പിന്നെ ബിഗ് ബോസ് ഒന്ന് പോളെ, ഈ ഒരു മൂഡാണ് ആദിലയ്ക്ക്. അതിലെ പല തെമ്മാടിത്തരങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബോട്ടിൽ ക്ലീൻ ആക്കുന്ന സമയത്ത് ചുളുങ്ങിയ ബോട്ടിലൊക്കെ ഊതി മറ്റേ സെറ്റ് ചെയ്യുന്ന സാധനമുണ്ട്. അപ്പം 100 അവിടെ നിന്ന് പറയുന്നുണ്ട് അതില ഇങ്ങനെ ചെയ്യരുത്, ശരിയല്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ എന്ത് ഓക്കെ, അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ ബിഗ് ബോസ് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നതൊക്കെ അതത്ര. ഇപ്പം അനീഷേട്ടൻ അവിടെ കിടന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കി. ആ ബാക്കി ഇരുന്ന ബോട്ടിൽ പുള്ളിയുടെ ആ 2 മുടിയുടെ പേരും പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ തള്ളിക്കളഞ്ഞപ്പോഴത്തേക്ക് പുള്ളി അവിടെ ഇരുന്ന എല്ലാം തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു. പ്രത്യേകിച്ച് ആര്യന്റെ 2 സെലക്ട് ചെയ്തതായിരുന്നു, അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് ചവിട്ടി പൊട്ടിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്തിട്ട് പോലും ബിഗ് ബോസ് അനൗൺസ് ചെയ്തില്ല, ഒരു വാണിംഗ് പോലും അനീഷിന് കൊടുത്തില്ല. അവിടെയാണ് ആദിലയുടെ കേസ് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. കാരണം ആദില ചെയ്തത് അത് ചെയ്യരുതെന്ന് ബിഗ് ബോസ് പറഞ്ഞതാണ്. അനീഷ് മറ്റേ ചവിട്ടി പൊട്ടിക്കരുതെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. അനീഷിന്റെ ദേഷ്യത്തിന് അനീഷ് ഇന്നലെയും ചെയ്തു, ഇന്നും ചെയ്തു. ഇന്നത്തെ ഇനിയും പണിയാവുമോ നമുക്ക് അറിയത്തില്ല, നമുക്ക് നോക്കാം. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ബിഗ് ബോസ് എന്തെങ്കിലും പറയുമെന്നോ, ഇല്ലെങ്കിൽ നമ്മുടെ നെവിൻ പിന്നെ ഇന്നലെ കാണിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്, അവൻ തന്നെ എടുത്ത് കുടിച്ചോണ്ടിരിക്കുക. അവനെയാണ് ബിഗ് ബോസ് ഇന്ന് നീ ഇനിയും ഒരു ഫാക്ടറിയുടെ ഓണർ ആവണ്ടെന്ന് പറഞ്ഞെടുത്ത് തൂക്കിക്കളഞ്ഞ് ജയിലിലിട്ടത്. അതുപോലെ അനീഷിനോട് ചെയ്യുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അനീഷ് കണ്ടന്റ് കൊടുക്കുന്നുണ്ടേ, നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി. നെവിൻ പ്രത്യേകിച്ച് എന്ത് കണ്ടന്റാ, ഈ കട്ടു കുടിക്കുന്നതാണോ കണ്ടന്റ്? അത് അതിന്റെ സമയം കഴിഞ്ഞു പോയി, അത് ജനങ്ങൾക്ക് വെറുപ്പായി തുടങ്ങി. ഇപ്പൊ പക്ഷെ അനീഷ് കൊടുത്ത കണ്ടന്റ് ഇന്ന് അനീഷിന്റെ ഭാഗത്താണോ തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90% അനീഷേട്ടന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. പക്ഷെ അനീഷേട്ടൻ അവിടെ കണ്ടന്റ് ഉണ്ടാക്കി പുള്ളി പിടിച്ചതിനകത്ത് മറ്റേ പിടിച്ച കൊലയ്ക്ക് 2 കൊമ്പ, അങ്ങനെ എന്തൊരു സാധനമില്ല, അതുപോലെയാണ് പുള്ളി പിടിച്ചത് പുള്ളിക്ക് വേണം.
പുള്ളി ആ മൂഡിൽ അവിടെ നിന്നു. പക്ഷേ ലാസ്റ്റ് എല്ലാവരുടെയും ആര്യൻ്റെയൊക്കെ തട്ടിക്കളഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ഇന്നത്തെ ഒരു റൗണ്ടും കൂടെ ആ ഒരു റൗണ്ടും വെറുതെ അനാഥമായി പോയി, അങ്ങനെ വേണം പറയാൻ. കാരണം ആർക്കും ഒരു പോയിന്റും കിട്ടിയില്ല. കാരണം അനീഷിന് വീണ്ടും വീണ്ടും ഈ കാരണമെന്ന് പറഞ്ഞ വാക്ക് കയറ്റി വെക്കുന്നുണ്ടല്ലേ ഞാൻ. പോട്ടെ, കാരണത്തിന് കാരണമെന്നല്ലാതെ വേറെ പുതിയ എന്തെങ്കിലും വാക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്തേലും ആവട്ടെ. അപ്പോൾ എന്താണെങ്കിലും ഈ 2 പോയിന്റ് കിട്ടിയതായിരുന്നു ആര്യന്. പക്ഷേ ആര്യന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോയിന്റ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഗോൾഡ് കോയിൻ വേണമെങ്കിൽ, ഗോൾഡ് കോയിൻ എന്ന് മറ്റേ കോയിൻ വേണമെങ്കിൽ ഈ 2 എണ്ണം എത്ര എണ്ണം സെലക്ട് ചെയ്തെന്ന് ചോദിച്ചു അനുമോളോടൊക്കെ. മറ്റേ 2 പേരുടെയും മൊത്തത്തിൽ റിജക്ട് ചെയ്തു. ആര്യൻ്റെ മാംഗോടെ 2 എണ്ണം സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ ആ 2 ബോട്ടിലും അതേപോലെ ആര്യൻ കൊണ്ട് സ്റ്റോർ റൂമിൽ വെക്കണമെന്ന് പറഞ്ഞു. വെക്കാൻ സാധനമില്ല, കാരണം അനീഷ് ചേട്ടൻ അത് ചവിട്ടി ദൂരെ കളഞ്ഞു. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പറഞ്ഞു, മക്കളെ നിങ്ങൾക്കും പോയിന്റ് ഇല്ല, വിട്ടോളാൻ. മൊത്തത്തിൽ ഇന്നത്തെ കളിയും ഗോദാഹവ. ഇതാണ് ഇന്നിപ്പോൾ അവിടെ നടന്നിരിക്കുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ കണ്ടു നമ്മുടെ ലക്ഷ്മിയൊക്കെ വന്നിരുന്ന് അനീഷിനോട് വലിയ വലിയ കഥകൾ പറയുന്നുണ്ട്. ചേട്ടാ നിങ്ങൾ ചെയ്തത് മോശമായി, നിങ്ങൾ എന്ത് മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് കാണിക്കുന്നത്, നിങ്ങളുടെ ഓരോ സോക്കേട് കാരണം ബാക്കിയുള്ളവരുടെ കഷ്ടപ്പാടും കൂടെ ഇല്ലാതെ ആയില്ലേ, മാംഗോ കമ്പനിയിൽ ഇത് 2 എണ്ണം സെലക്ട് ചെയ്തതായിരുന്നു, പക്ഷെ അവരെയും ഡിസ്ക്വാളിഫൈ ചെയ്തു, എന്തുകൊണ്ട് നിങ്ങളതെല്ലാം തള്ളി ദൂരെ കളഞ്ഞ് ചവിട്ടി പൊട്ടിച്ചുകൊണ്ട് അവർക്കും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാരണം ബാക്കിയുള്ളവരുടെ കഷ്ടപ്പാടില്ലാതെ ആവുമല്ലേ, എന്താ അനീഷ് ചേട്ടാ ഈ ചെയ്യുന്നത്, വളരെ മോശമല്ലേ, താങ്കൾ ഇങ്ങനെയാണോ താങ്കൾ അങ്ങനെയാണോ. അനീഷ് ഇതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ ഒരു അറ്റിരിപ്പാ. നീ എന്ത് വേണേലും പറ പോലെ, എനിക്കൊരു മൈൻഡും ഇല്ലാത്തൊരു മൂഡിലാണ് അനീഷ് ചേട്ടൻ അവിടെ ഇരിക്കുന്നത്. കാരണം പുള്ളി കണ്ടന്റ് ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. നല്ല ടോപ്പായിട്ട് പുള്ളി കണ്ടന്റ് ഉണ്ടാക്കി. ചെയ്തത് മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, 90% ഇന്ന് ചെയ്തതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം അത് അങ്ങ് സമ്മതിച്ചു കൊടുക്കേണ്ടതായിരുന്നു. തെറ്റുണ്ട്, മുടി വന്നു, ക്വാളിറ്റി ചെക്കേഴ്സിന് അത് പറ്റത്തില്ല, അവരത് തള്ളിക്കളഞ്ഞു. ഓക്കെ, തള്ളിക്കളഞ്ഞു, വിട്ടുകളയുക. പക്ഷെ പുള്ളിക്ക് എപ്പോഴും കണ്ടന്റ് വേണം. അതിനുവേണ്ടി പുള്ളി അവിടെ കിടന്ന് അങ്ങോട്ട് അഴിഞ്ഞാടി കണ്ടന്റ് ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. പക്ഷെ പുള്ളിയുടെ കണ്ടന്റിലൊക്കെ നമുക്ക് ആ രീതിയിൽ കണ്ടന്റ് ആണല്ലോ എന്ന് പറഞ്ഞെടുക്കാം. ബിഗ് ബോസ് പോലും, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബിഗ് ബോസ് പോലും അതാണ് ഒരു പരിധി കൂടുതൽ, അനീഷ് ചെയ്യരുത് അങ്ങനെ ഇങ്ങനെ എന്നൊന്നും പറഞ്ഞുകൊണ്ട് അല്ലാത്ത. പക്ഷെ ഇവിടെ ആദിലയുടെ കേസിൽ ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. എനിക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇവളീ ചെയ്യുന്നത്? ബിഗ് ബോസിന് പോലും പുല്ലുവല. ആ മനുഷ്യൻ പാവം അവിടെ കിടന്നുകൊണ്ട് ഒച്ചയിട്ട് പറയുന്നുണ്ട്, മോളെ ഇങ്ങനെയൊന്നും ആരും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടും അത് തന്നെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് പുള്ളിയോട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ഗെയിമിനോടും ആ ഒരു ഷോയോട് തന്നെ ചെയ്യുന്ന ഒരു നീതികേടായിട്ട് എനിക്ക് തോന്നി. കണ്ടന്റ് ഉണ്ടാക്കാം എന്ത് തരത്തിലും. രാത്രിയിലൊക്കെ അനീഷേട്ടൻ കിടന്ന് ഉറങ്ങുമ്പോൾ പുള്ളിയുടെ ദേഹത്ത് കൊണ്ടൊന്ന് മേക്കപ്പ് ഇടുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഓക്കെ, കണ്ടന്റ് ആക്കി എടുത്തോ. നീ ഒരു സൈഡിൽ കൂടെ മറ്റൊരു കണ്ണിൽ കൂടെ കാണുമ്പോൾ ചെയ്യുന്നത് എമ്മാടത്തിലാണ് നമ്മൾ പറഞ്ഞാലും കണ്ടന്റ് നീ അവിടെ കൊടുക്കുന്നുണ്ട്, ഓക്കെ. പക്ഷെ ഈ കൊടുക്കുന്ന കണ്ടന്റ് ഇത് നെവിന് കിട്ടിയ അതേ ശിക്ഷ തന്നെ ഇവക്കും കിട്ടണം, അങ്ങനെ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആ 100 ഞാൻ പറയട്ടെ, ആദ്യം എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 100 കുറച്ചും കൂടെ ഒരു ആദ്യം തൊട്ടേ പറയുന്നൊരു കാര്യമാണ്, 100 കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഗെയിം കളിക്കും കേട്ടോ. കാരണം 100ക്ക് അറിയാം ചെയ്യുന്നത് എവിടെ ഏത് ലിമിറ്റ് ചെയ്യണമെന്ന് 100ക്ക് അറിയാം. ആതിരയ്ക്ക് പക്ഷെ ആ ഒരു ബോധമൊന്നുമില്ല. എന്താണെങ്കിലും ഇതൊക്കെ ഒരു സൈഡിൽ നടക്കുന്നൊരു കാര്യമാണ്. പിന്നെ ലക്ഷ്മി നമ്മുടെ അനീഷിനോട് മാത്രമല്ല, ലക്ഷ്മി ഇന്ന് നല്ല ഫോമിലാണ് കേട്ടോ. ജിസൈലിനെ നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട്. അതായത് ആ പാവ ആര്യന്റെ കണ്ടന്റ് മൊത്തം നീ ഇല്ലാതാക്കുമല്ലേ, നീ അവനെ പുറകെ നടത്തിക്കുമല്ലേ, നീ എന്താ ഇങ്ങനെ, ആ ആര്യന് പോലും അറിയാം നീ അവനെ ഇല്ലാതെയാക്കുകയാണെന്ന്, മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് നീ അവനെ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ജിസൈലിനെ എടുത്തിട്ടുന്ന ഒരു കൊട ഉടയുന്നുണ്ട് കേട്ടോ. ജിസൈൽ ഒന്നും മിണ്ടുന്നില്ല, കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടോണ്ടിരുന്നപ്പോൾ കുറേ നേരം മുമ്പേ ഞാൻ കണ്ടതാണ്, ജിസൈലിനെ എടുത്തു വെച്ച് വറക്കുന്നുണ്ട്. ജിസൈൽ ഒന്നും മിണ്ടുന്നില്ല. എന്തോ ലക്ഷ്മി ഇന്ന് നല്ല ഫോമിലായിട്ടുണ്ട്. ഈ ഒരു ഫോമിൽ നന്നായിട്ട് അങ്ങ് പോയാൽ മതി. പിന്നെ ഇത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പരിധി കൂടുതൽ ലക്ഷ്മി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ലെങ്കിൽ പോലും ലക്ഷ്മി അന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇവളുമാരെ ഒന്നും വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ലെന്ന്. 100യുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷെ ആതിരയുടെ ശരിക്കുള്ള സ്വഭാവം ഇങ്ങനെയാണോടെ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അല്ല, ഇങ്ങനെയൊക്കെയാണ് ശരിക്കുള്ള സ്വഭാവമെങ്കിൽ ലക്ഷ്മി എന്ന് പറഞ്ഞതിനോട് ഇച്ചിരിയൊക്കെ നമ്മൾ യോജിക്കേണ്ട വരുവടെ. എങ്ങനെ ഇതിനെയൊക്കെ വീട്ടിൽ കയറ്റും വിളിച്ച് എനിക്കറിയാൻ പാടില്ല. പക്ഷെ 100 വളരെ ജെന്യുവിനായിട്ടുള്ള ഭയങ്കര പാവമായിട്ടുള്ള ഗെയിം കളിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവും. ഇപ്പം ഇന്ന് തന്നെ ആണെങ്കിലും അനീഷിൻ്റെ ഇടയ്ക്ക് ചൊറിയുന്നതൊക്കെ അതൊരു 100യുടെ ഗെയിമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആദില ഈസ് ലൈക്ക് അതൊരു വല്ലാത്തൊരു പോക്കാണ് ആദിലയുടെ. ഗെയിമിൻ്റെ അപ്പുറം കണ്ടന്റ് കൊടുക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ലൈക്ക് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച ആൾക്കാരോട് റിയാക്ട് ചെയ്യുന്ന കണക്ക്, അല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ പറഞ്ഞു ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്നാൽ ഞാൻ ചെയ്തേ ഇരിക്കും, ഞാൻ ഇവനും അവനും കൊടുക്കും എന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി കൊടുക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വ്യൂഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുണ്ട്.
സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ എടുത്ത് തീർത്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കാര്യം ഞാൻ അറിയുന്നത്. ഇപ്പൊ തന്നെ ഈ വീഡിയോയുടെ ഈ ഒരു പോർഷൻ ഞാൻ എടുത്ത് വെച്ചേക്കുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ ഇപ്പൊ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരിക്കും, എടാ ഇങ്ങനെയല്ലടാ അത് അങ്ങനെയാടാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് ഇട്ടവരും ഇടാത്തവർക്കും ഒക്കെ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ മാംഗോ ഫാക്ടറിയിലെ 2 ബോട്ടിൽ സെലക്ട് ചെയ്ത് അനുമോള് വെച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, ആ 2 ബോട്ടിലും ഞാൻ വിചാരിച്ചത് നമ്മുടെ അനീഷേട്ടൻ അങ്ങോട്ട് എല്ലാം കൂടെ തട്ടിയിട്ടപ്പോഴത്തേക്ക് അതിന്റെ കൂട്ടത്തിൽ വീണ് താഴെ പോയി, അത് കഴിഞ്ഞ് പുള്ളി വന്ന് ചവിട്ടി പൊട്ടിച്ചെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആ 2 എണ്ണം മിസ്സിങ് ആയിരുന്നു. അപ്പൊ ഇപ്പോഴാണ് അറിയുന്നത്, അതും നമ്മുടെ സമ്മറേട്ടൻ കാരണം കേട്ടോ അറിഞ്ഞത്, ഈ 2 എണ്ണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് നമ്മുടെ ഷാനവാസിക്കയാണ്. സുന്ദരനായ ഷാനവാസിക്ക. ഷാനവാസിക്കയുടെ ഗെയിം എനിക്ക് അത്രേ പറയാനുള്ളൂ. പുള്ളി ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചു. കാരണം അതുകൊണ്ട് തന്നെ മാംഗോ ഫാക്ടറിയുടെ ആര്യന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾക്കും ഈ ഒരു ഗോൾഡ് കിട്ടത്തില്ല, കോയിൻ കിട്ടത്തില്ല. ഗോൾഡ് എന്നല്ല, കോയിൻ കിട്ടത്തില്ല. ഇല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു കോയിൻ വല്ലതും കിട്ടിയേനെ. ഇതിപ്പോൾ അവർക്കും ഒന്നുമില്ല, റദ്ദായി പോവുകയും ചെയ്ത്. ഇന്നത്തെ കളി റദ്ദാക്കിയതല്ല, ആർക്കും ഒന്നും ഇല്ല ഈ ഒരു റൗണ്ടിലും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് മാത്രമായിട്ട് പോയിന്റ്സ് കിട്ടിയതിനെ ബാക്കി നമ്മുടെ ഷാനവാസിക്കയുടെ ഫാക്ടറിയിലും അനീഷേട്ടന്റെ ഫാക്ടറിക്കും മാത്രം ഒന്നും കിട്ടാത്തൊരവസ്ഥ തന്നെയായിരുന്നു. ഇതിപ്പോ 3 പേർക്കും 3G അവസ്ഥ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കൊള്ളാം, ആ ഒരു ഗെയിം കൊള്ളാം. പക്ഷേ അതൊരു വേറെ കണ്ണിൽ കൂടെ നോക്കുകയാണെങ്കിൽ 2 പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു. ഒരു പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ഷാനവാസിക്ക ചെയ്തത് തെമ്മാടിത്തരം. ഇപ്പുറത്തെ പെർസ്പെക്റ്റീവോടെ നോക്കുവാണെങ്കിൽ പുള്ളിയുടെ ഗെയിം അത്രേ പറയാനുള്ളൂ. ഇനിയിപ്പം അടുത്ത റൗണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനെക്കാട്ടിലൊക്കെ ഗംഭീരമായിരിക്കും. ഒരു ബോട്ടിൽ പോലും എല്ലാം ചവിട്ടിപ്പൊട്ടിച്ച് തീർക്കൂടെ എല്ലാം കൂടെ. ഇത് ഇപ്പോഴൊന്നും അല്ല, ഇപ്പോഴൊന്നും ഇവർക്ക് മനസ്സിലാവത്തില്ല ഇവർ ഈ കാണിക്കുന്നതിൻ്റെ ഒരു വ്യാപ്തി, ഒരു ആഴം എന്താണെന്ന്. പ്രത്യേകിച്ച് അതിലേക്കൊക്കെ ലാലേട്ടൻ വരും ശനിയാഴ്ച, അന്ന് മിക്കവാറും കീറ് ഓരോരുത്തരെയും പിടിച്ച്. കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ഇത്രയും വൃത്തികേടാക്കാൻ ഇവർക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വലിച്ചു കീറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അങ്ങ് പറയുക. ഇനി